സമാജ്വാദി പാർട്ടി മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി വിട്ടു എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ ഒരു തുടക്കമാവും ഇത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ദേശീയ തലത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കോൺഗ്രസ്, ഈ കോൺഗ്രസ് പാർലമെൻറ്റിൽ നിരന്തരം ബഹളം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ഈ അദാനി വിഷയത്തിൽ. ഇതിലൊന്നും തൃണമൂൽ കോൺഗ്രസിനോ സമാജ്വാദി പാർട്ടിക്കോ മറ്റു പാർട്ടികൾക്കോ DMKക്കോ ഒന്നും ഒരു താല്പര്യമില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. മാത്രമല്ല കോൺഗ്രസ് ഹരിയാന, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ തോറ്റുതൊപ്പിയിട്ടല്ലോ. ഇതിനെയും കൊണ്ട് ഇനി നടന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായി. അപ്പോൾ ഇന്നലെ മഹാരാഷ്ട്രയിൽ ഈ മഹാവികാസ് അഘാഡിയിൽ നിന്ന് പിരിയുകയാണെന്ന് സമാജ്വാദി പാർട്ടി പ്രഖ്യാപിച്ചു. ശരിക്കും മഹാവികാസ് അഘാഡി എന്ന് പറയുന്നതിലും ഭേദം അങ്ങാടി എന്ന് പറയുന്നതാണ്. അവിടെ ഒരു ഒത്തൊരുമയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ അവിടുത്തെ പ്രസിഡന്റ്, മഹാരാഷ്ട്ര പ്രസിഡന്റ് അബു അസ്മി ആണ് ഇന്നലെ ഈ പ്രഖ്യാപനം നടത്തിയത്. ഇതിനൊരു കാരണമുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ വാർഷികമാണ്. അപ്പോൾ ഈ ഉദ്ധവ് താക്കറയുടെ ശിവസേന അവിടെ ഒരു പത്രത്തിലൊരു പരസ്യം കൊടുത്തു. ആ പരസ്യത്തിൽ അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ബാബറി മസ്ജിദ് തകർത്തവരെ ചൊല്ലി ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്നാണ് ഉദ്ധവ് താക്കറയുടെ പരസ്യം പാർട്ടിയുടെ. അപ്പോൾ ഈ ഉദ്ധവ് താക്കറെ ശിവസേനയുടെ അവിടെ 2 ഇതുണ്ടല്ലോ, നിയമസഭയല്ലാതെ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. ഈ കൂടുതൽ MLA-മാരുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്, കർണാടകയിലും ഒക്കെ ഉണ്ട്. ഇപ്പം ഈ ഫട്നാവിസിൻ്റെ അച്ഛൻ ഗംഗാധർ റാവു ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നല്ലോ നാഗ്പൂരിൽ നിന്ന്. അപ്പോൾ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം മിലിന്ദ് നർവേക്കർ, ഉദ്ധവ് പാർട്ടിയുടെ, അങ്ങേര് എക്സിൽ ഈ ബാബറി മസ്ജിദിൻ്റെ അന്നത്തെ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിട്ട് ബാൽ താക്കറെ, ഉദ്ധവ് താക്കറെ, ആദിത്യ താക്കറെ, ഉദ്ധവിൻ്റെ മകൻ, ഇത്രയും പേരുടെ ചിത്രങ്ങളും വെച്ചു. എന്നിട്ട് അടിക്കുറിപ്പ് എഴുതി, ഇത് ചെയ്തവരെ പറ്റി നമുക്ക് അഭിമാനിക്കാം എന്ന് പറഞ്ഞു. ഇത് ചെയ്തവരെ, തകർത്തവരെ പറ്റി നമുക്ക് അഭിമാനിക്കാമെന്ന്. ഇത് 1992 ഡിസംബർ 6 ബാൽ താക്കറെ പറഞ്ഞ വാചകമാണ്. അപ്പം ശരിക്കും ബാൽ താക്കറെ ഈ ഹിന്ദുത്വ ശിവസേനയായിരുന്നു അത്. അതിൽ നിന്നും മാറി ഉദ്ധവ് താക്കറെ ഒരു മതേതര, ഒരു മുസ്ലിം ശിവസേനയായിട്ട് രൂപാന്തരപ്പെട്ടല്ലോ. അതിന് തിരിച്ചടി കിട്ടി. ഷിൻഡെയുടെ ശിവസേനയെ ജനം അംഗീകരിച്ചു. ശരിയായ പാർട്ടി അതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അംഗീകരിച്ച് പഴയ ചിഹ്നമൊക്കെ ഷിൻഡേക്കാണല്ലോ കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ ഉദ്ധവ് താക്കറെ ശിവസേന തിരിച്ചറിയാൻ തോന്നുന്നു. അതുകൊണ്ടാണ് വീണ്ടും ബാബറി മസ്ജിദ് തകർത്തവരെ ചൊല്ലി ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്ന് കഴിഞ്ഞ ദിവസം പരസ്യം ചെയ്തത്. അപ്പോൾ അണികളുടെ വികാരം മനസ്സിലാക്കി മാറുന്നു. എന്തായാലും അവരങ്ങനെ മാറിയല്ലോ. ഞങ്ങൾക്ക് ഈ അവസരവാദത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഉടനെ, ഒന്നാമത് സമാജ്വാദി പാർട്ടി തക്കതായ ഒരു കാരണം നോക്കിയിരിക്കുകയാണ്, അവസരം കാത്തിരുന്ന പോലെ. ഇത് മറ്റേ ചക്ക വീണു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഒരു കാരണം കിട്ടി. കാരണം തോറ്റു തൊപ്പിയിട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും സമാജ്വാദി പാർട്ടി പലായനം ചെയ്യണം എന്ന് കാത്തിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ അസീം പറഞ്ഞു, ഈ അബു അസ്മി സമാജ്വാദി പാർട്ടിയുടെ പ്രസിഡന്റ് പറഞ്ഞു, ഉദ്ധവ് താക്കറെ ഈ മഹാവികാസ് അഘാഡിയിൽ ചേർന്നത് 2019 അതതിന് മുമ്പേ ഉണ്ടല്ലോ. അന്ന് കോൺഗ്രസിൻ്റെ പിന്തുണയ്ക്ക് വേണ്ടി ഉദ്ധവ് താക്കറെ മതേതരത്വം പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നിയമസഭാ തോൽവിക്ക് ശേഷം പഴയ പരിപാടി അതിലേക്ക് മടങ്ങി. അതിനാൽ
ഞങ്ങൾ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. SP ഈ മഹാവികാസ് അഘാടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിയമസഭയിൽ 9 സീറ്റിലാണ് മത്സരിച്ചത്. സമാജ്വാദി പാർട്ടി മഹാരാഷ്ട്രയിൽ അതിൽ 2 ജയിച്ചു. ആ 2 ജയിച്ചതിൽ ഒന്ന് ഈ അബു അസ്മി തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. അസ്മി മങ്കുർദ് ശിവാജി നഗർ മണ്ഡലത്തിൽ നിന്നാണ് MLA ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങേര് പറയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മഹാവികാസ് അഘാടിയുടെ ആളുകൾ ഞങ്ങളോട് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ചോദിച്ചിരുന്നില്ല, സീറ്റ് വിതരണത്തിനെ പറ്റിയൊന്നും ചർച്ച ചെയ്തിരുന്നില്ല. ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങേരുടെ അഭിപ്രായം, ഈ അസ്മിയുടെ അഭിപ്രായം EVM മെഷീൻസ് അത് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നുണ്ട്, ബാലറ്റ് പേപ്പർ തിരിച്ചു വരണം എന്നാണ്. അതൊരു മണ്ടന അഭിപ്രായമാണല്ലോ. ഉദ്ധവ് ഇപ്പം ആകെ വെള്ളത്തിലായി നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന അണികളുമൊക്കെ ഷിൻഡെയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. കുറേ പേര് BJPയിലേക്കും പോയേക്കാം എന്നുള്ള അവസ്ഥ മഹാരാഷ്ട്രയിലുണ്ട്. മാത്രമല്ല ഇന്നലെ ഈ സത്യപ്രതിജ്ഞ നടന്നല്ലോ, MLAമാരുടെ സത്യപ്രതിജ്ഞ. MLAമാരുടെ സത്യപ്രതിജ്ഞ നടന്നപ്പോൾ ഉദ്ധവ് താക്കറെയുടെ പാർട്ടി MLAമാർ സത്യപ്രതിജ്ഞ ചെയ്തില്ല. അവർ ശിവാജിയുടെ മുമ്പിൽ നമസ്കരിച്ചിട്ട് തൊഴുതിട്ടൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അതിൻ്റെ കൂടെ സമാജ്വാദി പാർട്ടി നിന്നില്ല. സമാജ്വാദി പാർട്ടിയുടെ MLAമാർ അവർ സത്യപ്രതിജ്ഞ ചെയ്തു, ഇതിൻ്റെ കൂടെ അല്ല ഞങ്ങൾ എന്നവരങ്ങനെ തെളിയിക്കുകയും ചെയ്തു. 4ാം തവണയാണ് ഈ അസ്മി ജയിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ ഏകോപനം ഉണ്ടായിരുന്നില്ല, ടിക്കറ്റ് വിതരണത്തിനെ പറ്റിയൊന്നും ഞങ്ങളോട് ചോദിച്ചില്ല എന്നൊക്കെ അങ്ങേര് പറഞ്ഞു. അപ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ സമാജ്വാദി പാർട്ടിക്ക് കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ വേണ്ടതായിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ തോളത്ത് കയറിയാണല്ലോ കോൺഗ്രസ് കുറച്ച് സീറ്റ് കിട്ടിയത്. അഖിലേഷ് യാദവ് ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ ധാർഷ്ട്യം കൊണ്ടാണ് തോറ്റതെന്ന് പരസ്യമായിട്ട് പറഞ്ഞിരുന്നു. ഹരിയാനയിൽ ഒരു സീറ്റും സമാജ്വാദി പാർട്ടിക്ക് കോൺഗ്രസ് കൊടുത്തില്ല. ഉത്തർപ്രദേശിലെ മറ്റേ ഉപകാരസ്മരണ കാണിച്ചില്ല. 2000 ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ സഹകരണമൊന്നും കാണിച്ചില്ല. ഹരിയാനയിൽ ഉത്തർപ്രദേശിൽ ചെയ്തതിന് തിരിച്ചൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ സമാജ്വാദി പാർട്ടി ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ട് മമതാ ബാനർജിയാണ്. രാഹുൽ ഗാന്ധി മാറണം. രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, കോൺഗ്രസ്സിന് പറ്റില്ല. മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ നേതാവാകട്ടെ എന്നാണ് പറയുന്നത്. കോൺഗ്രസ് അത് അംഗീകരിക്കുന്നില്ല. കോൺഗ്രസ്സിന് നെഹ്റു വംശം തന്നെ വേണമല്ലോ. RJD ഉണ്ടല്ലോ, ലാലു പ്രസാദിൻ്റെ, അവർ പറയുന്നത് ലാലു പ്രസാദാണ് ഇന്ത്യ മുന്നണിയുടെ സൃഷ്ടികർത്താവ്. അവരും മമതയെ അംഗീകരിക്കില്ല. ലാലു യാദവ് ആണെങ്കിൽ തിരക്കേടില്ല എന്നുള്ള അഭിപ്രായമാണ്. സമാജ്വാദി പാർട്ടിയുടെ ദേശീയ വക്താവ് ഉദയ്വീർ സിംഗ് കഴിഞ്ഞ ദിവസങ്ങളിൽ മമതയെ ഉയർത്തി കാണിച്ചിരുന്നു. മമതയുമായിട്ട് ഞങ്ങൾക്ക് മുമ്പും ഒരു വൈകാരികമായ ബന്ധമുണ്ട്, ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുണ്ടായി. CPIയുടെ D രാജയും ഈ കോൺഗ്രസിനെ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല എന്നുള്ള അഭിപ്രായമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുന്നണി മൊത്തം ഒരു അനൈക്യമാണ് അല്ലേ ഇന്ത്യ മുന്നണിയിൽ? അതായത് ദേശീയ തലത്തിൽ തന്നെ ഈ സമാജ്വാദി പാർട്ടിയൊക്കെ, പ്രത്യേകിച്ച് ഈ TMC തൃണമൂൽ കോൺഗ്രസിനെ തഴഞ്ഞ മട്ടാണ്. ഒരു യോഗങ്ങളിലും അവർ പോകുന്നില്ല ഇന്ത്യ മുന്നണിയുടെ. പിന്നെ കല്യാൺ ബാനർജി, ഡെറിക് ഓബ്രീൻ തുടങ്ങിയ MPമാരുണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ, അവരും പറഞ്ഞിരുന്നു ഞങ്ങളെ ഒന്നും ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല, ഇവര് ഏകോപനമൊന്നുമില്ല, മമതയാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവാകേണ്ടത്, ഞങ്ങൾക്ക് ഈ അദാനി പറഞ്ഞ് ഈ പാർലമെൻറ്റ് സ്തംഭിപ്പിക്കണം എന്നൊന്നും അഭിപ്രായമില്ല. കാരണം അവർക്ക് തൃണമൂൽ കോൺഗ്രസ്സിന് എന്താ വേണ്ടിയിരുന്നത്, അവർക്ക് ബംഗ്ലാദേശ് പ്രശ്നം ചർച്ച ചെയ്യണം ലോക്സഭയിൽ. DMKക്ക് ചുഴലിക്കാറ്റ്
ചർച്ച ചെയ്യണം. ആ അവിടെ ആ എസ് പിക്ക് സമ്പൽ പ്രശ്നം ചർച്ച ചെയ്യണം. അല്ലാതെ ഈ അദാനി പ്രശ്നം പറഞ്ഞ് എല്ലാ ദിവസവും സഭ സ്തംഭിക്കുന്നതിനിടയിലേ ആകെ 33 മിനിറ്റോ മറ്റോ ആണ് കഴിഞ്ഞ ഒരാഴ്ച സഭ 55 കോടി രൂപയോളം നഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് ഇവർ തിരിച്ചറിയുന്നുണ്ട് അല്ലേ? മാത്രമല്ല കഴിഞ്ഞ ദിവസം മറ്റേ പ്രശ്നം ഉന്നയിച്ചിരുന്നല്ലോ, സുധാംശു ത്രിവേദിയും സംബിത് പാത്രയൊക്കെ. അതായത് ഓരോ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ മുമ്പും മറ്റേ അമേരിക്കൻ പണം വാങ്ങിയിട്ടുള്ള ഈ അന്വേഷണാത്മക റിപ്പോർട്ടർമാരുടെ ഒരു വ്യാജ സംഘം ഉണ്ടല്ലോ, ഗൂഢസംഘം, ICCRP എന്ന് പറയുന്നത്. അവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഉന്നയിച്ച് അത്യാവശ്യം പൊളിച്ചല്ലോ. ഇന്നലെ അമേരിക്കൻ എംബസിക്ക് ഒരു പ്രസ്താവന ഇറക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രസ്താവനയിൽ ഞങ്ങളുടെ സംഘടന അല്ല ഇതെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇന്ത്യയെ പറ്റി ഇങ്ങനത്തെ അജണ്ട ഒന്നും ഇല്ല എന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ. പക്ഷേ ഇത് ഞങ്ങൾ ഫണ്ട് കൊടുക്കുന്നതല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. സൊറോസ് ഫണ്ടിങ്ങും ഒക്കെ ഉണ്ടല്ലോ, ഒരു ഗൂഢമാധ്യമ സംഘമുണ്ട്. അതിൻ്റെ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ സോറോസിൻ്റെ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആ കോൺഗ്രസിൻ്റെ പൈസയൊന്നുമില്ലല്ലോ. കാരണം നാഷണൽ ഹെറാൾഡിൻ്റെ 5000 കോടി രൂപയുടെ സ്വത്ത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടി തട്ടിയെടുത്തിട്ടുണ്ട്, 5 ലക്ഷം രൂപ മുടക്കിയിട്ട്. പക്ഷെ കേസ് കിടക്കുന്നതുകൊണ്ട് ആ സ്വത്ത് അനുഭവിക്കാൻ പറ്റുന്നില്ല. വിറ്റ് പൈസയാക്കാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെയാണ് ഇൻകം ടാക്സിൻ്റെ ഇത്ര രൂപ അടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസുകളൊക്കെ വന്നിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. സാമ്പത്തിക പ്രയാസങ്ങൾ കലശലായിട്ടുണ്ട്. അപ്പോൾ ഈ ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വണ്ടിയുടെ വീലുകൾ ഓരോന്നായി ഊരി തെറിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ശരിക്കും ഇന്ത്യ മുന്നണി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്ന ഇന്ത്യ മുന്നണി ഇപ്പം ഇല്ല. കോൺഗ്രസ്സിന് ആ ഇന്ത്യ മുന്നണിയെ നയിക്കാനുള്ള കെൽപ്പില്ല എന്ന് മുന്നണിയിലെ എല്ലാ കക്ഷികളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ കോൺഗ്രസ്സിനെ ഒഴിവാക്കിയിട്ട് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു മുന്നണിയായിട്ട് ചിലപ്പോൾ അവർ നിൽക്കാൻ നോക്കുമായിരിക്കും. കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നോട്ടെ. ഇപ്പോൾ ആം ആദ്മി പാർട്ടി അവരും നമ്മൾ ഈ പറഞ്ഞ പാർലമെന്റ് സ്തംഭനത്തിൻ്റെ കൂടെ ഇല്ല. ആം ആദ്മി പാർട്ടി ഡൽഹി തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കോൺഗ്രസിന് സീറ്റൊന്നും കൊടുക്കില്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആപ്പിൻ്റെ കൂടെ സഖ്യത്തിൽ ഏർപ്പെട്ടാൽ 5-10 സീറ്റിൽ മത്സരിക്കാമെന്ന് കോൺഗ്രസ് വിചാരിച്ചിരുന്നു. കാരണം 3 തെരഞ്ഞെടുപ്പായിട്ട് മൊട്ട സീറ്റാണ് കോൺഗ്രസ്സിന്, ഒന്നുമില്ല. അപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള. അപ്പോൾ തൃണമൂല് വിട്ടു, ആപ്പ് വിട്ടു. ഇതാ ഇപ്പോൾ SP-യും ഇന്ത്യ മുന്നണി മഹാരാഷ്ട്രയിൽ വിട്ടു കഴിഞ്ഞു. ദേശീയ തലത്തിൽ വിട്ട പോലെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.